തന്നെ തീർച്ചയായിട്ടും. കാരണം ഈ ഗസ കീഴടക്കുക എന്നത് ഇസ്രായേൽ പറയുന്ന അല്ലെങ്കിൽ നെതന്യാഹു ആഗ്രഹിക്കുന്ന അത്ര എളുപ്പമല്ല എന്ന ഒരു മുന്നറിയിപ്പാണ് സൈനിക നേതൃത്വം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്ര ദിവസങ്ങൾ 22 മാസം പിന്നിട്ടിട്ട് പോലും തങ്ങളുടേതായിട്ടുള്ള സൈനിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഗസയിൽ നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ബന്ദികളെ എല്ലാ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുത്തി തിരിച്ചെത്തിക്കുമെന്നായിരുന്നു ബന്ധുക്കൾക്ക് ഇസ്രായേൽ നേതൃത്വം നൽകിയ മുന്നറിയിപ്പും ഉറപ്പ്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ ആ നിരാശയിൽ നിന്നാണ് ഇപ്പോൾ ഗസ പൂർണ്ണമായിട്ടും സൈനികമായിട്ട് തങ്ങളുടെ അധീനതയിലാക്കും, അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെയൊക്കെയും ഏറ്റവും തിക്തഫലം അനുഭവിക്കുന്നത് സാധാരണ മനുഷ്യരാണ്. പോരാളികൾക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് ഇതിനെ വിലയിരുത്താൻ പോലും ഈ ഘട്ടത്തിൽ സാധ്യമല്ല. കാരണം ഹമാസിനെ അമർച്ച ചെയ്യുക എന്ന വലിയ ഒരു ലക്ഷ്യം ഇസ്രായേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പോലും ഇസ്രായേലിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വം വ്യക്തമാക്കുന്നത് ഹമാസ് ഇപ്പോഴും വളരെ സുസജ്ജമാണ്. അതിൻ്റെ പോരാളികൾ, 10,000-കണക്കിന് പോരാളികൾ ഇപ്പോൾ പോലും തുരങ്കങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടാണ് അവർ നൽകുന്നത്. അപ്പോൾ ലക്ഷ്യം എന്നത് ഈ സിവിലിയൻ കൂട്ടക്കുരുതി അതിൻ്റെതായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന തങ്ങളുടേതായിട്ടുള്ള അമേരിക്കയുടെ സഹായത്തോടു കൂടി അത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുകയും അവിടേക്ക് ഭക്ഷണം തേടി വരുന്ന ഈ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ നിരന്തരമായിട്ട് വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ തെല്ലബീബിലൊക്കെ ഈ രാത്രിയിൽ 10,000-ങ്ങളാണ് ഇപ്പോൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനം വളഞ്ഞുകൊണ്ടാണ് ഈ പ്രകടനം മുന്നോട്ട് പോകുന്നത്. പ്രകടനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഈ രാത്രിയിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് തെല്ലബീബിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബന്ദികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഹമാസുമായിട്ടൊരു കരാറില്ലാതെ ഇത്തരം സൈനിക നടപടികളും ഗസയെ കീഴടക്കുന്ന നീക്കവും ഒരു നിലക്കും തങ്ങൾക്ക് ഗുണകരമാവില്ല. അത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും. അവരെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സമ്മർദ്ദത്തെ പോലും ഗൗനിക്കാതെയുള്ള ഇസ്രായേലിന്റെ പോക്കാണ്. അത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊന്നും യാതൊരു തരത്തിലും ഗൗനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ആക്രമണവും ഈ തരത്തിലുള്ള വംശഹത്യയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായ നിലപാട് പലസ്തീന്റെ കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് എത്രത്തോളം സമ്മർദ്ദം ഇസ്രായേലിനുണ്ട്, എന്തുകൊണ്ട് അത് അതുപോലും ഗൗനിക്കാതെ പോകുന്നതിന്റെ പിന്നിൽ എന്താണെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇനിയും വ്യക്തമാകാത്തത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നൽകുന്ന പ്രതിരോധ സഹായങ്ങൾ, അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ, അതിലപ്പുറം അമേരിക്ക നൽകുന്ന നയതന്ത്ര പരിരക്ഷ, ഈ 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത് നൽകുന്ന ഒരു ആവേശത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം സൈന്യത്തെ കൊണ്ടുപോലും ഈ ഒരു അതിക്രൂരമായിട്ടുള്ള വംശഹത്യയുമായി മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇനി ബന്ദികളുടെ ജീവൻ എന്നത് തനിക്ക് പ്രധാനമല്ല, അതിലും പ്രധാനം തൻ്റെ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പാണ്, തൻ്റെ രാഷ്ട്രീയ മേൽവിലാസം ഉറപ്പിക്കുകയാണ് എന്ന് തന്നെയാണ് നെതന്യാഹു ഇതിലൂടെ പറയാതെ പറയുന്നത്. അല്പം മുമ്പ് ഇസ്രായേലിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള സ്മോട്രിക്കിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. നാളെ മുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. സൈനിക നേതൃത്വത്തോട് ഈ പദ്ധതി വിജയിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് വരുന്ന ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ കണ്ടെത്താൻ തങ്ങൾ മാർഗം ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗസയെ പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടില്ല എങ്കിൽ വീണ്ടും ഭാവിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉണ്ടാകും എന്നൊരു പ്രഖ്യാപനമാണ് സ്മോട്രിക്ക് അല്പം മുമ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ലോക രാജ്യങ്ങളുടെ, തങ്ങളുമായി അടുത്തു നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പോലും പിന്തുണ നഷ്ടപ്പെട്ടാലും വേണ്ടതില്ല, തങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ സൈനിക നീക്കവുമായിട്ട് മുന്നോട്ട് പോവുക എന്ന ഒരു ഉറപ്പിൽ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഹമാസിൽ പൂർണ്ണമായിട്ടും സമ്മർദ്ദം ചെലുത്താനും അങ്ങനെ ഏകപക്ഷീയമായിട്ടാണെങ്കിലും ഹമാസിനെ കൊണ്ട് ഇത്തരമൊരു ഒത്തുതീർപ്പിലേക്ക് വരാൻ സാധിക്കും. പക്ഷേ പിന്നിട്ട 22 മാസങ്ങളിലും പരാജയപ്പെട്ട ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായി നടന്ന ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് വൈറ്റ് ഹൗസിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് ചില ചാനലുകൾക്ക് അനുവദിച്ച അഭിമുഖത്തിൽ നെതന്യാഹു വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുന്തോറും ഈ ഗസയിലെ കൂട്ടഭരണങ്ങളും കൂട്ടഹത്യകളും അതിശക്തമായിട്ട് തുടരുന്നു. അതൊരു സിവിലിയൻ സമൂഹത്തെ ഒന്നാകെ തന്നെ അവിടുന്ന് വംശഹത്യ നടത്തുക എന്ന ഏറ്റവും ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയിലേക്കുള്ള ചുവടുവെപ്പുകളായിരിക്കും. അതിന് ഇനി അടുത്ത
ഘട്ടങ്ങളിൽ UN ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ലോകരാജ്യങ്ങളും എങ്ങനെ നിലവിലുള്ളൊരവസ്ഥയിൽ ഈ പ്രതികരണത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ശക്തമായിട്ടുള്ള നടപടികൾ ഈ രാജ്യങ്ങൾ കൈക്കൊള്ളുമോ, അതല്ല ഈ ജനതയെ പൂർണ്ണമായിട്ടും പുറന്തള്ളാനും അവരെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ഇസ്രായേലിൻ്റെ ഈ കുൽസിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഈ നീക്കത്തിന് ഈ രാജ്യങ്ങളുടെ നിസ്സംഗത കൂടി തുണയായി മാറുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളായിരിക്കും നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഈ വിപുലമായിട്ടുള്ള സൈനികാക്രമണ പദ്ധതിയിലൂടെ വെളിപ്പെടാൻ പോകുന്നത്. ധന്യ.